ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു റോഡ് പണിയുടെ വീഡിയോ ഉണ്ടോ. എന്താ നമ്മുടെ ഷോപ്പിന് മുമ്പിലുള്ള റോഡ് ഒരു 12 മണിക്ക് അവർ ആ ഏരിയ മൊത്തം അവരുടെ കയ്യിലെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളെയും ഒഴിപ്പിച്ച് പാർക്ക് ചെയ്തിരുന്ന എല്ലാ വണ്ടികളെയും ഒഴിപ്പിച്ച് അവർ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5 വർക്ക്. ഇത്ര പെട്ടെന്നാണ് മിഷനറീസൊക്കെ അവർ അവിടെ സൈഡിൽ നിർത്തിയിട്ടായിരിക്കുന്നു. ഈ മിഷനറീസിൻ്റെ ഒരു സംഭവം തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ റോഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ആ ലോറിയിലേക്ക് തള്ളുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എന്തൊരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ. എത്ര പെട്ടെന്നാണ് വർക്ക് ചെയ്യുന്നതോ. അതിന് പിന്നിൽ തന്നെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വേസ്റ്റുകളൊക്കെ എടുക്കാവുന്ന ചെറിയ ചെറിയ വണ്ടികളും. വളരെ വളരെ ഒരു ടെക്നോളജിയാന്നൊക്കെ പറയല്ലേ, അതന്നെ. ഇതിനെ ആ ചെറിയ സ്പെൻഡർ എടുത്താന്നുള്ളൊരു ഡയലോഗാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. വല്ലാത്തൊരു കാഴ്ച തന്നെയുണ്ടാവും. ഏകദേശം ഇത് പറഞ്ഞിട്ടുള്ളത് എന്തോ ഒരു 5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയോ മീറ്ററുകൾ അവർ പണി തീർക്കും എന്നാണ് അവർ പറഞ്ഞത്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം അതൊരു 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് പണിയുടെ പകുതി പൊളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അത് ക്ലീൻ ചെയ്യുന്ന, റോഡ് ക്ലീൻ ചെയ്യുന്ന വണ്ടികളാണ്. പിന്നെ ചെറിയ എഞ്ചിനുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, സിനിമ, അതിലുള്ള പപ്പുവിൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് കേട്ടോ. വീണ്ടും ഏതായാലും അടിപൊളിയായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഉഷാറായിട്ട് വർക്കുകൾ പ്രോഗ്രസ് ആണല്ലോ. അപ്പം ഇതിനെ ആ ചെറിയ സ്പാൻഡർ നിങ്ങൾ എടുത്താൽ ഇപ്പം ശരിയാക്കി തരാം. ആ ഡയലോഗൊക്കെ ഒന്നും ഓർത്തിരിക്കില്ല മലയാളികൾ. അല്ലാത്തൊരു ഡയലോഗ് തന്നെയാണ്. ഈ രംഗങ്ങളൊക്കെ കാണുമ്പോഴേ അതൊക്കെയാണ് ഓർമ്മ വരിക. ആ പൊളിച്ചു പോയ ഭാഗത്ത് പൊടികളൊക്കെ എടുക്കുന്ന ഒരു മെഷീനാണിത്. ഇതെടുക്കുന്ന കുറഞ്ഞ ആ വേസ്റ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് അവിടെ കൊണ്ടുപോയി കൊട്ടി കൊടുക്കുന്നു. ചിലത് ലെവലാക്കുന്ന, പൊളിച്ചെടുത്ത ഭാഗങ്ങളിലൊക്കെ ലെവൽ ചെയ്യുന്നു. അങ്ങനെയുള്ള പലതരം മെഷീനറീസുകൾ കൊണ്ടുവന്നിട്ട് ചുരുങ്ങിയ ചില മണിക്കൂറുകളെ കൊണ്ട് അവരവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഒരു 3 അടി വീതിയിൽ അവർ ആദ്യം പൊളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനായിട്ട് വീണ്ടും പൊളിച്ചതുപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടി അത് കൊണ്ടുപോകാനും എല്ലാം കൂടെ ആയിട്ട് പുക പരിപാടിയായിരുന്നു കേട്ടോ. ഇതാണ് ആ വണ്ടി. പഴയ റോഡ് കട്ട് ചെയ്തെടുത്ത് വേസ്റ്റിലേക്ക് ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം. ആ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന് അവർ റോഡ് പണി പുതിയ ടാറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിൽ അതിൻ്റെ മിക്സിംഗ് ആണ്. ആ മിക്സിങ് കാണുന്ന പച്ച വണ്ടിയിലേക്ക് കൊണ്ടുപോയി തട്ടി കൊടുക്കുന്നു. അവരങ്ങനെ ആ റോഡ് വീണ്ടും പുതുതായി പണിയാണ്. എത്ര പെട്ടെന്നോ. ഇതൊക്കെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയോ മീറ്ററുകൾ, 300-400 മീറ്ററുകൾ അവർ ഇതാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലുള്ള ചെറിയ റോഡുകളല്ല, ഏകദേശം 30 മീറ്ററോളം വീതിയുള്ള റോഡുകളൊക്കെയാണ് അവർ ഇത്രയും മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുന്നത്. കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. അത്ഭുതപ്പെടുത്തും നമ്മളൊക്കെ. നോക്കി ഇതെല്ലാം നോക്കാനും അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകളും അതുപോലെ അതിന് അനുസൃതമായിട്ടുള്ള മെഷീനറീസുകളും വളരെ ഡയറക്ഷനിൽ പരിപാടികൾ ദ്രുതഗതിയിൽ നടക്കുകയാണത്.
എഞ്ചിനുകളൊക്കെ ഉപയോഗിച്ച് ഇതാക്കുന്ന റോഡൊക്കെ നല്ല ഫിനിഷിങ് ചെയ്യാൻ കേട്ടോ. പിറ്റൂസ് നേരം വെളുത്തപ്പോൾ കാണുന്ന അവസ്ഥയാണത്. എന്താണ് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. മണിക്കൂറുകളെ കൊണ്ടാണ് അവർ ഇത്രയും ഫിനിഷിംഗ് ആക്കി മാറ്റിയത് ഈ റോഡിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും വണക്കം.